പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ടൈംസ് നൗവിന്റെ റിസൾട്ട് ആദ്യഘട്ടത്തിൽ വരുന്നു. കേരളത്തിന്റെ റിസൾട്ടാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. UDF 14-15, LDF 4. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. BJP അക്കൗണ്ട് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യും. തൃശ്ശൂരോ തിരുവനന്തപുരമോ എന്ന് നമുക്കറിയില്ല. ഇതാ ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ റിസൾട്ട് ആദ്യം വരുന്നു. കേരളമാണ് ആദ്യം എത്തുന്നത്. 14 മുതൽ 15 ഇടങ്ങളിൽ UDF-ഉം 4 ഇടങ്ങളിൽ ഒരു പരിധിവരെ LDF-ഉം ഒരു സീറ്റിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന ടൈംസ് നൗ സർവേ. ടൈംസ് നൗ സർവേ ആണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ടൈംസ് നൗ VMR സർവേ പ്രകാരം BJP കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. MV നികേഷ് കുമാർ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് ടൈംസ് നൗ VMR സർവേ പറയുന്നു. അവിടെ LDF നില മെച്ചപ്പെടുത്തും. 1 നിന്ന് 4 സീറ്റുകൾ വരെ നേടിയേക്കാം. ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മളുടെ നേരത്തെ പ്രീപോൾ സർവേ പ്രകാരം നമ്മൾ തന്നെ പ്രവചിച്ചത് 4 മുതൽ 6 വരെ സീറ്റുകൾ LDF-ന് ലഭിക്കാമെന്നാണ്. ഏകദേശം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കണക്കാണ് ഇപ്പോൾ വരുന്നത്. MV നികേഷ് കുമാർ, LDF-ന് 4 സീറ്റ് മുതൽ 6 സീറ്റ് വരെയുള്ള സാധ്യതകളായിരിക്കാം സ്വാഭാവികമായിട്ടും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും പുറത്തു വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ NDA-യുടെ ഒരു സീറ്റ് ഞാൻ ഇപ്പോഴും അവിശ്വസിക്കുകയാണ്. NDA 2 സീറ്റുകളിൽ വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ സീറ്റ് തൃശ്ശൂരാണ്, രണ്ടാമത്തെ സീറ്റ് തിരുവനന്തപുരത്താണ്. ഈ 2 സീറ്റുകളിലും വിജയസാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഈ മറ്റ് 2 മുന്നണികളും പ്രബലരായിട്ടുള്ള 2 മറ്റ് മുന്നണികളും വളരെ ശക്തമായി തന്നെ ആ സീറ്റുകളിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു സീറ്റ് NDA എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം 4 മുതൽ 6 വരെ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഡിജിറ്റാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. തെക്കേ ഇന്ത്യയിലെ കണക്കുകൾ ആണിപ്പോൾ ഈ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പുറത്തുവിടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. 39 സീറ്റുകളുടെ ഫലം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി 2 വരെ സീറ്റുകൾ അല്ലേ? തമിഴ്നാട് മാത്രം 2 മുതൽ 4 വരെ സീറ്റുകൾ NDA നേടിയേക്കാം. പ്രശ്നമാണ്. 38 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അല്ലെ? 38 സീറ്റുകളാണ് 2019 അവിടെ പിന്നെ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നത്. ഒരു സീറ്റ് മാത്രമാണ് ഇപ്പുറത്തുണ്ടായിരുന്നത്. അതെ, ഇപ്രാവശ്യം ADMK ഇല്ല. അവിടെ ഞാൻ കാണുന്നത് 2-4 എന്നുള്ളത് ADMK പ്ലസ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടോ? ADMK പ്ലസ് അല്ലാതെ അതേഴ്സിലാണ് ADMK വരുന്നതെങ്കിൽ ADMK-ക്ക് 0-ഉം NDA-ക്ക് 2-4 എന്നുള്ളതാണോ? BJP